നമസ്കാരം. സാങ്കേതികവിദ്യ അഥവാ ടെക്നോളജി അത് വർഷം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയിൽ വളർച്ച സംഭവിക്കുമ്പോൾ മനുഷ്യന് ജോലിഭാരം കുറയുകയാണ്. മനുഷ്യന് അധികം പണിയെടുക്കേണ്ടി വരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്ന ഇന്ത്യക്കാർ ഇന്ന് ടെക്നോളജിയുടെ കാര്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ തലവര തന്നെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു സെമി കണ്ടക്ടറുകളുടെ കണ്ടുപിടുത്തം. ഇത് കണ്ടുപിടിച്ചതോടെ മനുഷ്യന്റെ ജോലിഭാരം നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സെമി കണ്ടക്ടറുകളെ കുറിച്ചും അതുപയോഗിച്ച് ഇന്ത്യ എങ്ങനെയാണ് മുന്നേറാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുമാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. സെമി കണ്ടക്ടർ അലുമിനിയം പോലെയുള്ള ഒരു കണ്ടക്ടറിനും ഗ്ലാസ് പോലെയുള്ള ഒരു ഇൻസുലേറ്ററിനും ഇടയിൽ സ്ഥാനമുള്ള ഇലക്ട്രോ കണ്ടക്റ്റീവ് വസ്തുക്കളാണ് സെമി കണ്ടക്ടറുകൾ. മോഡേൺ ഇലക്ട്രോണിക്സിന്റെ അടിത്തറ എന്ന് പറയുന്നത് സെമി കണ്ടക്ടറുകളാണ്. ഡയോഡ്സ്, ട്രാൻസിസ്റ്ററുകൾ, IC ചിപ്പുകൾ, മൈക്രോ പ്രോസസ്സറുകൾ തുടങ്ങി മിക്ക ഇലക്ട്രോണിക്സ് ഘടക ഭാഗങ്ങളും സെമി കണ്ടക്ടറുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മോഡേൺ വേൾഡിൽ കണ്ടക്ടറുകൾ കൊണ്ട് ഉണ്ടാക്കാത്ത ഉപകരണങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. വ്യവസായ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് ഈ സെമി കണ്ടക്ടറുകൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. സെമി കണ്ടക്ടറുകളുടെ പ്രവർത്തനം അവയുടെ അറ്റോമിക് സ്ട്രക്ചർ അനുസരിച്ചാണ്. സാധാരണയായി സിലിക്കൺ, ജെർമേനിയം മുതലായ എലമെന്റുകൾ കൊണ്ടാണ് സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുന്നത്. സെമി കണ്ടക്ടറുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻട്രിൻസിക്കും, രണ്ട് എക്സിൻട്രിൻസിക്കും. നോർമൽ ടെമ്പറേച്ചറിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുകൾക്ക് കണ്ടക്ടിവിറ്റി താരതമ്യേന കുറവായിരിക്കും. എക്സെൻട്രിക് സെമി കണ്ടക്ടറുകളിലേക്ക് ബോറോൺ, ആർസണിക് തുടങ്ങിയ എലമെന്റുകൾ ചേർത്താണ് എക്സെൻട്രിക് സെമി കണ്ടക്ടറുകൾ ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. രണ്ട് തരം ഡോപ്പിംഗ് ഉണ്ട്. ഒന്ന് N ടൈപ്പും രണ്ട് P ടൈപ്പും. ഇതാണ് സെമി കണ്ടക്ടറുകളുടെ സ്വഭാവ സവിശേഷതകൾ. ഇനി സെമി കണ്ടക്ടറുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് സെമി കണ്ടക്ടർ എന്ത് മാറ്റമാണ് മനുഷ്യനിൽ കൊണ്ടുവന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇലക്ട്രോണിക്സ് മേഖലയിൽ ഇത്രയധികം വികാസം പ്രാപിച്ചത് സെമി കണ്ടക്ടറുകളുടെ ഉപയോഗം കൊണ്ടാണ്. ഉദാഹരണത്തിന് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ പ്രധാന ഘടകം വാക്യം ട്യൂബുകളായിരുന്നു. ഇനിയാക് എന്ന കമ്പ്യൂട്ടറുകൾ നിങ്ങൾ ഇന്റർനെറ്റിലൂടെ കണ്ടിട്ടുണ്ടാകും അല്ലേ? എന്നാൽ ഇത്തരം കമ്പ്യൂട്ടറുകൾക്ക് ഒരു വലിയ റൂം തന്നെ വേണം. ഈ വാക്യൂം ട്യൂബുകളുടെ പകരക്കാരനായി വന്നത് സെമി കണ്ടക്ടറുകളായിരുന്നു. അതോടെ വലിയ റൂമിൽ വെച്ചിരുന്ന കമ്പ്യൂട്ടറുകൾ താരതമ്യേന ചെറുതായി ചെറിയൊരു ടേബിളിൽ വെക്കുന്ന രൂപത്തിലായി. ഇന്നത് പോക്കറ്റിൽ കൊണ്ടു നടക്കാം. ഇത് തന്നെ വലിയൊരു മാറ്റം തന്നെയാണ് അല്ലേ? ട്രാൻസിസ്റ്ററുകളും IC ചിപ്പുകളുടെ വരവോടെ ഇലക്ട്രോണിക്സ് മേഖലയിൽ വൻ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഇലക്ട്രോണിക്സ് വ്യവസായം ലോകത്തിലെ ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായ ഒരു സമ്പദ് വ്യവസ്ഥ തന്നെയാണ്. ഇതിൽ തന്നെ മൊത്തം ഉൽപാദനത്തിന്റെ ഒരു പ്രധാന ഭാഗം ഉൾക്കൊള്ളുന്നത് സെമി കണ്ടക്ടറുകളുടെയും ഡിസ്പ്ലേകളുടെയും നിർമ്മാണത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് അത് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. അതിൽ പകുതിയും ഇലക്ട്രോണിക്സ് മേഖല തന്നെയാണ്. ഇലക്ട്രോണിക്സ് ഡിവൈസുകളുടെ പാർട്സുകൾ ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്യുന്ന രീതിയാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. എന്നാൽ ഇന്ത്യയിൽ വെച്ച് തന്നെ അതെല്ലാം തദ്ദേശീയമായി നിർമ്മിക്കുന്നതിന്റെ സാധ്യത ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ രാജ്യം ചിന്തിച്ചു തുടങ്ങിയതാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സെമി കണ്ടക്ടർ നിർമ്മാണത്തിനായി നിരവധി പദ്ധതികൾ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ സെമി കണ്ടക്ടർ വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനായി US ഗവൺമെന്റുമായി ഒരു ധാരണാപത്രം ഒപ്പുവച്ചിരുന്നു. ഇതോടെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായത്. സെമി കണ്ടക്ടർ വിതരണ ശൃംഖലയും ഇന്നൊവേഷൻ പങ്കാളിത്തവും സംബന്ധിച്ച കാര്യങ്ങളിൽ US-ഉമായും മറ്റ് ടെക് കമ്പനികളുമായും സഹകരണം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സ്വപ്നങ്ങൾക്ക് ശക്തിയേറും എന്നാണ് പ്രതീക്ഷ. ഫോർച്യൂൺ ബിസിനസ് ഇൻസൈറ്റിന്റെ കണക്കുകൾ പ്രകാരം 2022 $573.44 ബില്യൺ ആയിരുന്ന ഗ്ലോബൽ സെമി കണ്ടക്ടർ എക്കണോമി 2029 12.2% വാർഷിക നിരക്കിൽ
$1380.79 ബില്യൺ ഉയരുമെന്നാണ് പറയുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സെമി കണ്ടക്ടർ പ്ലാന്റുകളും അനുബന്ധ വ്യവസായ സംരംഭങ്ങളും ഇന്ത്യയിൽ തുടങ്ങാൻ പോകുന്നത്. ഇത് ഇന്ത്യൻ എക്കണോമി വളരാൻ സഹായിച്ചേക്കും. 2026ഓടെ രാജ്യത്തിന്റെ സെമി കണ്ടക്ടർ എക്കണോമി $63 ബില്യൺ ആകുമെന്നാണ് പ്രതീക്ഷ. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഒരു പ്രധാന സെമി കണ്ടക്ടർ നിർമ്മാണ വിപണന കേന്ദ്രമായി ഇന്ത്യ മാറുമെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയായ അശ്വനി വൈഷ്ണവ് പറഞ്ഞിരുന്നു. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടേതായ മുദ്ര പതിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളുമായി ചർച്ചകൾ സംഘടിപ്പിക്കാനും ധാരണാപത്രങ്ങൾ ഒപ്പിടാനും ആരംഭിച്ചു കഴിഞ്ഞു. 2021 ഡിസംബറിൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യയിൽ സെമി കണ്ടക്ടറുകളുടെയും ഡിസ്പ്ലേകളുടെയും നിർമ്മാണത്തിനായി ഒരു എക്കോസിസ്റ്റം വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ SIP അഥവാ സെമികോൺ ഇന്ത്യ പ്രോഗ്രാം എന്ന പേരിൽ ഒരു സമഗ്ര പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. 76,000 കോടി രൂപയാണ് ഇൻസെന്റീവ് ഇനത്തിലും മറ്റ് പദ്ധതി ചെലവിനായി മാറ്റിവെച്ചിരിക്കുന്നത്. 2022 ജനുവരി 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി അംഗീകരിച്ചതോടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നല്ല പ്രതികരണം ലഭിച്ചിരുന്നു. ആഗോള കമ്പനികൾ പലതും ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ പങ്കാളികളാകാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. വിവിധ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ സെമി കണ്ടക്ടർ ഉൽപാദന വ്യവസായ മേഖലകളെ മുൻനിർത്തി കോഴ്സുകൾ തുടങ്ങുകയും അമേരിക്കയിലെ പർഡ്യൂ യൂണിവേഴ്സിറ്റിയുമായി ഇന്ത്യ ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. കൂടാതെ ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക, ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ വിവിധ സംസ്ഥാന സർക്കാരുകൾ സെമി കണ്ടക്ടർ നിർമ്മാണ പ്ലാന്റുകൾ അഥവാ ഫാബ് കോംപ്ലക്സുകൾ സ്ഥാപിക്കാൻ തുടങ്ങുകയാണ്. ഇതിനായി അവർ പല കമ്പനികളുമായി ചർച്ചകൾ നടത്തിവരുന്നു. സെമി കണ്ടക്ടറുകൾ അധിഷ്ഠിതമായ ചിപ്പുകൾ, ഡിസ്പ്ലേകൾ, സെൻസറുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ കമ്പനികൾക്ക് ആവശ്യമായ ധനസഹായങ്ങൾ നൽകാൻ SIPയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ആധുനിക ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഇലക്ട്രോണിക്സ് ഘടകങ്ങളാണ് IC ചിപ്പുകളും മൈക്രോ പ്രോസസ്സറുകളും. ഒരു ചെറിയ ചിപ്പിൽ കോടിക്കണക്കിന് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാഹനങ്ങൾ, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, വാഷിംഗ് മെഷീൻ മുതലായവയിൽ IC ചിപ്പുകൾ ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവയുടെ നിർമ്മാണവും വിതരണവും ഇടയ്ക്കിടെ തടസ്സപ്പെടാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ചിപ്പ് ക്ഷാമം ഉണ്ടാകുന്നു. ചിപ്പ് ഫാമിൻ എന്നും സെമി കണ്ടക്ടർ ഷോർട്ടേജ് എന്നൊക്കെ പറയാറുണ്ട്. ചില സാമൂഹിക ഭൗതിക സാഹചര്യങ്ങൾ ചിപ്പുകളുടെ ഉൽപാദനത്തെ നല്ല രീതിയിൽ ബാധിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. 2020 ഏറ്റവും വലിയ ചിപ്പ് ക്ഷാമം ഉണ്ടായത്. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധങ്ങളും അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും കോവിഡുമെല്ലാം സെമി കണ്ടക്ടർ നിർമ്മാണത്തെ സാരമായി തന്നെ ബാധിച്ചു. കോവിഡ് വ്യാപനം കുറഞ്ഞിട്ടും 2022 അവസാനം വരെയും ഈ പ്രതിസന്ധികൾക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. വാഹന വിപണിയും കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, സ്മാർട്ട് ഫോണുകൾ മുതലായവയുടെ നിർമ്മാണത്തെ ഇത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചു. ആളുകൾ വർക്ക് ഫ്രം ഹോം ആരംഭിച്ചതോടെ 13% വർധനവ് കമ്പ്യൂട്ടറുകളുടെ ഉപയോഗത്തിലുണ്ടായി. 169ലധികം വ്യവസായ മേഖലകളെ ചിപ്പ് ക്ഷാമം സാരമായി തന്നെ ബാധിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ വാഹന നിർമ്മാണത്തിൽ വൻ ഇടിവുണ്ടായി. 2021 ഒക്ടോബർ മാസത്തിൽ ഈ കമ്പനിയുടെ നിർമ്മാണം 26% കുറയുകയും 1.34 ലക്ഷം കാറുകൾ മാത്രം ഉണ്ടാക്കുകയും സെപ്റ്റംബറിൽ അത് 51% കുറഞ്ഞു 81,278 കാറുകൾ മാത്രം ഉണ്ടാക്കുകയും ചെയ്തു. ഇത് കാരണം കമ്പനിക്ക് വൻ നഷ്ടമാണ് സംഭവിച്ചത്. ജപ്പാൻ, തായ്വാൻ, USA, ചൈന, ജർമ്മനി, സൗത്ത് കൊറിയ, ബ്രിട്ടൻ, ഇസ്രായേൽ, നെതർലാൻഡ്സ് തുടങ്ങിയവയാണ് സെമി കണ്ടക്ടറുകൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. കോവിഡ് വ്യാപനം ഇവിടങ്ങളിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. 2021 ചൈനയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങളുടെ ഭാഗമായി ചൈനയിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളായ സ്മിക്കിന് US വാണിജ്യ വകുപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി. ബിറ്റ്കോയിൻ, എത്തേറിയം പോലുള്ള ക്രിപ്റ്റോ കറൻസികളുടെ ഇടപാടുകൾക്ക് വൻതോതിൽ ഡാറ്റ മൈനിങ് ആവശ്യമാണ്.
ക്രിപ്റ്റോ കറൻസി മൈനിങ് ഉപകരണങ്ങളുടെ ആവശ്യകത ഉയർന്നതോടെ മറ്റ് ഉപയോഗങ്ങൾക്കുള്ള ചിപ്പുകളുടെ ലഭ്യത കുറഞ്ഞതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. പിന്നീട് ക്രിപ്റ്റോ കറൻസികൾക്കുണ്ടായ തകർച്ച പ്രശ്നത്തിന് ഒരു പരിധിവരെ അയവും വരുത്തി. മൈക്രോ ചിപ്പുകളുടെ മുൻനിര നിർമ്മാതാക്കളാണ് തായ്വാൻ. 2021 തായ്വാനിൽ കടുത്ത വരൾച്ച സംഭവിച്ചു. ഇത് സെമി കണ്ടക്ടറുകൾ ഉൽപാദനത്തെ സാരമായി തന്നെ ബാധിച്ചു. മൈക്രോ പ്രോസസ്സറുകളിൽ ഉപയോഗിക്കുന്ന സിലിക്കൺ വേഫറുകൾ വൃത്തിയാക്കാൻ ആവശ്യമായ വെള്ളം കിട്ടാതായി. ഇത് കാരണം ഉൽപാദനവും കുറഞ്ഞു. അതിനു പുറമെ റഷ്യ ഉക്രൈൻ യുദ്ധവും വന്നു. ഇതും ഉൽപാദനത്തെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. സെമി കണ്ടക്ടർ ചിപ്പുകളിൽ നിയോൺ ഗ്യാസുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സെമി കണ്ടക്ടർ ഫോട്ടോ ലിത്തോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന എക്സിമർ ലേസർ ഗ്യാസിന്റെ പ്രധാന ഘടകമാണ് നിയോൺ. ഉക്രൈനിലെ 2 മുൻനിര നിയോൺ വിതരണ കമ്പനികളാണ് ലോകത്തിന്റെ നിയോൺ വിതരണത്തിന്റെ പകുതിയോളം ഉൽപ്പാദിപ്പിക്കുന്നത്. റഷ്യ ഉക്രൈൻ ആക്രമിച്ചതോടെ ഈ 2 കമ്പനികൾ അടച്ചുപൂട്ടിയതും വൻ തിരിച്ചടിയായി. 2021 കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇൻസെന്റീവുകളുടെ ഫലമായി നിരവധി കമ്പനികൾ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഫാക്ടറികൾ ആരംഭിക്കാൻ മുന്നോട്ട് വന്നു. 2023 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സ് കമ്പനിയായ NXP സെമി കണ്ടക്ടറിന്റെ CEO ആയ കർട്ട് സ്റ്റെവേഴ്സുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. NXP ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനിയാണ്. അരനൂറ്റാണ്ടിലേറെയായി NXP ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ, നോയിഡ എന്നിവിടങ്ങളിൽ സ്ഥാപനങ്ങളുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം, ഇൻവെസ്റ്റ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇന്ത്യ ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടർ അസോസിയേഷൻ കൂടാതെ സംസ്ഥാന സർക്കാരുകൾ എന്നിവരുമായി വിവിധ സംരംഭങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്. ടെക്നോളജി, മൈനിങ് മേഖലയിലെ ആഗോള ഭീമന്മാരായ ഫോക്സ്കോണും വേദാന്തയും സംയുക്തമായി ഗുജറാത്തിൽ സെമി കണ്ടക്ടർ നിർമ്മാണത്തിനായി മുന്നോട്ട് വന്നിരുന്നു. അവർ സെൻട്രൽ ഗവൺമെന്റുമായി ധാരണാപത്രവും ഒപ്പുവെച്ചിരുന്നു. 2023 സെപ്റ്റംബറിലായിരുന്നു ഒപ്പുവെച്ചിരുന്നത്. ഒരു ഡിസ്പ്ലേ ഫാബും ഇന്റഗ്രേറ്റഡ് സെമി കണ്ടക്ടർ ഫാബ് യൂണിറ്റും തുടങ്ങാനാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. എന്നാൽ ഈ 2 കമ്പനികൾ പിരിയുകയും ഇവർ വെവ്വേറെ പദ്ധതികളുമായി മുന്നോട്ട് പോകുകയും ചെയ്തു. സിലിക്കൺ വാലിയിൽ നടന്ന കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും US ചേംബർ ഓഫ് കൊമേഴ്സിന്റെ US ഇന്ത്യ ബിസിനസ് കൗൺസിലും ചേർന്ന് സംഘടിപ്പിച്ച ചർച്ചയിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അമേരിക്കൻ ചിപ്പ് നിർമ്മാണ കമ്പനികളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ക്ഷണിച്ചിരുന്നു. 2022 ഏപ്രിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യയിൽ സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ നിലനിൽക്കുന്ന അവസരങ്ങളും സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് നിരവധി കമ്പനികൾ നിലവിൽ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിൽ നിക്ഷേപം നടത്താൻ താൽപര്യം കാണിച്ച മൈക്രോൺ ടെക്നോളജി, അപ്ലൈഡ് മെറ്റീരിയൽസ്, ലാം റിസർച്ച് എന്നീ കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യക്കാരനായ അമേരിക്കൻ വ്യവസായി സഞ്ജയ് മൽഹോത്രയുടെ മൈക്രോൺ ടെക്നോളജി ഇന്ത്യയിലെ ആദ്യത്തെ വിപുലമായ അസംബ്ലിംഗ്, ടെസ്റ്റിംഗ്, പാക്കേജിംഗ് സൗകര്യത്തിന് അഹമ്മദാബാദിൽ തുടക്കമിടും. ഇതിനായി 5 വർഷം കൊണ്ട് 22,516 കോടിയുടെ നിക്ഷേപം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. അപ്ലൈഡ് മെറ്റീരിയൽസ് എന്ന കമ്പനി ബംഗളൂരുവിൽ സഹകരണ എഞ്ചിനീയറിംഗ് സെൻട്രൽ സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. ഇതിനായി 3280 കോടി നിക്ഷേപിക്കാൻ ധാരണയായി. ലാം റിസർച്ച് ഇന്ത്യയിലെ 60,000 ഹൈടെക് എഞ്ചിനീയർമാർക്ക് സെമി കണ്ടക്ടർ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കും. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഇന്ത്യയുടെ സമ്പത്ത് വർദ്ധിക്കുകയും ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുകയും ചെയ്യും. കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും എല്ലാം ഇന്ന് ലോകത്ത് നിരവധി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാന ഘടകമാണ് സെമി കണ്ടക്ടർ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ആവശ്യമുള്ള സാധനമാണ്. എന്തും ചുളിവിൽ ലഭിക്കും എന്ന കാര്യമാണ് വിദേശ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള പ്രധാന കാരണം. നമ്മുടെ നാട്ടിലാണല്ലോ ഇതൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത്, അല്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക.